അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ആയിട്ടുള്ള സജ്ജനങ്ങളെ, തപോവൻ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ വിജയകരമായി നമ്മുടെ ലളിതാ സഹസ്രനാമ ജപയജ്ഞം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ വന്നേക്കാം. ഇവിടെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പൊ അതിന്റെ മൈക്കൊക്കെ കേൾക്കാം. എന്നാലും കുഴപ്പമില്ല, ഞാൻ തിയേറ്ററിലായിരിക്കുന്നത്. എന്നാലും ചിലപ്പോൾ കേട്ടേക്കാം. അപ്പോ ഇവിടെ കഥകളി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഗുരുവന്ദനമൊക്കെയാണ് ഈ കേൾക്കുന്നത്. കേട്ടിട്ടില്ലേ? കഥകളിയുടെ ഗുരുവന്ദനം എങ്ങനെയാണ്? എല്ലാം ഗുരുവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മാതം ഗാനനം അബ്ജവാസരമണി, അതായി കേൾക്കുന്നത്. എനിവേ, അപ്പോ ആ കഥകളിയുടെ ഗുരുവന്ദനത്തിൽ തന്നെ മൃദംഗ ശൈലേശ്വര ക്ഷേത്ര, അത് ദേവതയൊക്കെ വണങ്ങുന്ന ഗുരുക്കന്മാരെ പേരെടുത്ത് പറഞ്ഞ് വ്യാസം പാണിനി എന്നൊക്കെ പറഞ്ഞ് വ്യാസൻ, പാണിനി ഇവരൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഗുരുവിന് പ്രാധാന്യം എത്രമാത്രമാണ് ഭാരതത്തിൽ കൊടുക്കുന്നതെന്നാണ്. എന്തു തുടങ്ങുമ്പോഴും ഗുരുവിൽ നിന്നാണ് സർവം ഉത്ഭവിച്ചത്. ശ്രീ ലളിതാംബിക തന്നെയാണ് നമ്മുടെ ഗുരു. ദേവി നമ്മളിൽ അനുഗ്രഹവർഷം ചൊരിയുമ്പോഴാണ് നമുക്ക് പല കഴിവുകൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. കാരണം ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻ മാറിക്കൊണ്ട് ബ്രെയിനിന്റെ പ്രീ ഫ്രണ്ടൽ ലോബ് ആക്റ്റീവ് ആകുന്നു. പ്രീ ഫ്രണ്ടൽ ലോബിലാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ഈ ക്രിയേറ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ ആ ഫ്രീക്വൻസി വേണം. നമ്മൾ എന്തെങ്കിലും സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സാത്വികമായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് ആവശ്യമാണ്. സാത്വികതയിലാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നാമം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം പറഞ്ഞ നാമം, ആദ്യത്തെ നാമം നമ്മൾ വ്യാഖ്യാനം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂരാ ദേവകാര്യ സമതിത. ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി അഗ്നികുണ്ഡത്തിൽ നിന്ന് ഹോമാഗ്നിയെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ദേവന്മാർ മഹാമാംസ ഹോമം ചെയ്ത കാര്യമൊക്കെ അത് പ്രാണമയത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അത് പറഞ്ഞു. നമ്മൾ പഞ്ചകോശ ശുദ്ധി വ്യാഖ്യാനമാണിതെന്ന് ആദ്യമേ പറഞ്ഞു. പഞ്ചകോശങ്ങളിൽ ലളിതാ സഹസ്രനാമം എങ്ങനെ പ്രവർത്തിക്കുന്നു, ദേവി ഉപാസന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാലേ നമുക്ക് ഇതുകൊണ്ട് ശരിക്കും പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റത്തുള്ളൂ, ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെ പ്രാണമയ കോശത്തിൽ എന്താണ് ദേവൻ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ് അസുരൻ എന്ന് പറഞ്ഞു, എന്താണ് ദേവൻ എന്താണെന്നാ പറഞ്ഞ സനസ്വജാതീയം ഓർമ്മയുണ്ടോ എന്ന് പറയോ? അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. മറന്നൊരു സൈഡിൽ നിന്ന് പോയാൽ അല്ലേ? ഓർത്ത് വെച്ചോ. എന്താണ് ദേവൻ എന്ന് പറഞ്ഞ ആരാണ്? സനസ്വജാതീയ ധൃതരാഷ്ട്രോട് പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം. ആരാണ്? ഓർമ്മയുണ്ടോ? ദേവൻ അല്ലെങ്കിൽ സുരനും അസുരനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? സ്വന്തം ആത്മാവിൽ രമിക്കുന്നവൻ സുരൻ, അസുരൻ പുറത്തുള്ള കാര്യങ്ങളിൽ രമിക്കുന്നവൻ അല്ലെ? പ്രാണൻ ബഹിർമുഖമായിട്ട് പോകുമ്പോൾ അത് കുഴപ്പത്തിലേക്ക് പോകും. പ്രാണൻ അന്തർമുഖമാകുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് വരുന്നു. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. കിട്ടാൻ ബുദ്ധിമുട്ടാണ് പുറത്തോട്ട് പോയാൽ. അകത്തോട്ട് പോയാൽ ദൈവം കിട്ടും. അപ്പൊ അത് പ്രാണമയകോശത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത എന്ന് പറയുമ്പോൾ ഉദ്യത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉദ്യമം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം സ്വന്തം ഇച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ആണ് ഉദ്യമിക്കുക എന്ന് നമ്മൾ പറയുന്നത്.
ഉദ്യദ്ഭാനു സഹസ്രാഭ. ഭാനു എന്താണ്? സൂര്യപ്രകാശം. ഭാനു സൂര്യൻ, സൂര്യപ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഉദ്യദ്ഭാനു സ്വന്തമായിട്ട് പ്രകാശിക്കുന്ന സഹസ്രമായിട്ടുള്ള ആയിരക്കണക്കിന് കിരണങ്ങളോടുകൂടിയ ഉദ്യദ്ഭാനു സഹസ്രാഭ. ആഭ എന്ന് പറഞ്ഞ പ്രകാശം അല്ലെ? അപ്പം ഉദ്യദ്ഭാനു സഹസ്രാഭ, പ്രകാശം വിമർശം എന്ന് പറയും. ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശവും അതിന്റെ വിമർശവുമാണെന്ന് പറയുന്നു. ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് ഈ പ്രപഞ്ചം ബിഗ് ബാങ്കിലൂടെ ഉണ്ടായി എന്ന് സയൻസ് പറയുന്നു. ഇതെല്ലാം ഒരു ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു എന്ന് സയൻസ് പറയുന്നു. ആ ബിന്ദുവിൽ നിന്നാണ് ഈ പ്രപഞ്ചം വികസിച്ചത് എന്ന് പറയുന്നു. ആ ബിന്ദുവിൽ നിന്ന് പ്രപഞ്ചം വികസിച്ചു വരുന്ന ആ പിക്ചർ നിങ്ങൾ ഗൂഗിളിൽ ചുമ്മാ അടിച്ചു നോക്കിയാൽ കാണാം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എങ്ങനെയാണ് വികസിച്ചിരിക്കുന്നത്? എക്സാക്ട്ലി ശ്രീചക്രം പോലെ, മഹാമേരു പോലെയാണ്. ഇത് യാദൃശ്യമല്ല. എനർജിയുടെ സ്വരൂപം അതാണ്. ശക്തി, ആദിപരാശക്തിയുടെ സ്വരൂപം അതാണ്. ഒരു കല്ലെടുത്ത് വെള്ളത്തിട്ടാ ഇങ്ങനെ പൊങ്ങി ഒരു ഉണ്ടയായിട്ട് ഇങ്ങനെ വരുമല്ലേ, ശ്രീചക്രം പോലെ. അപ്പം ആറ്റത്തിന്റെ, സോളാർ സിസ്റ്റത്തിന്റെ, ഗാലക്സിയുടെ, നെബുലയുടെ ഒക്കെ ഫിഗർ ഇത് തന്നെയാണ്, ശ്രീചക്രം പോലെയാണ്. അപ്പം ആ സിംഗുലാരിറ്റിയിൽ നിന്ന് പ്രപഞ്ചം, ആ ബിന്ദുവിൽ നിന്ന് ഈ പ്രപഞ്ചം പ്രകാശം വിമർശത്തിലേക്ക്, പ്രകാശം ആ ഒരു പ്രകാശമായിട്ട് വളർന്ന അത് വിമർശത്തിലേക്ക്, പ്രകാശമാണത് ആൾറെഡി, അവിടെ നിന്ന് ആ ബിന്ദു അതിൽ നിന്ന് വിമർശത്തിലേക്ക് വളർന്നിരിക്കുന്നു. അതാണ് ഈ ഉദ്യദ്ഭാനു സഹസ്രാഭ. ആ ഹോമകുണ്ഡത്തിൽ നിന്ന് ദേവി സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർഭ. യജ്ഞം, പ്രപഞ്ചം മുഴുവൻ യജ്ഞം ചെയ്യുകയാണ്. പുരുഷ സൂക്തം പറയുന്നു. പുരുഷൻ, പ്രജാപതിയുടെ സൃഷ്ടികർമ്മം, അതാണ് ഈ പ്രപഞ്ചമെന്ന് പുരുഷ സൂക്തം പറയുന്നു. അതിനകത്ത് ഈ പറഞ്ഞ കൂട്ടുള്ള സംബോധനകളുണ്ട്. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അങ്ങനെ ആയിരക്കണക്കിന് തലകളോടുകൂടിയ, ഇവിടെ ആയിരക്കണക്കിന് കിരണങ്ങളോടുകൂടിയ സംഭവം ഒന്ന് തന്നെയാണ്. അങ്ങനെ ഈ പ്രകാശം വിമർശം അതിലൂടെ പ്രപഞ്ചം ഉണ്ടായി. അപ്പം ഉദ്യദ്ഭാനു സഹസ്രാഭ. അത് ഉദ്യമിക്കുന്ന എപ്പോഴും വേറെ ആരെങ്കിലും ആണോ? അല്ല. നമ്മളൊരു കാര്യത്തിന് നമ്മളാണ് ഇറങ്ങുന്നത്. ഉദ്യമിക്കുന്ന എപ്പോഴും നമ്മളല്ലേ ഒരു കാര്യത്തിന്. അത് ഇച്ഛാശക്തി ആയിട്ടാണ് പ്രവർത്തിക്കുക. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് നമ്മൾ പറയുന്നുണ്ട്. എല്ലാ ശ്രാമത്തിൽ ദേവി കുറിച്ച് പറയുന്നു. ആദ്യം ഇച്ഛയായിട്ടാണ് ഇത് പ്രവർത്തിക്കുക. പ്രാണമയ കോശത്തില് അയൽവക്കക്കാരനൊരു കാറിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ശുദ്ധബോധത്തിൽ, ശിവബോധത്തിൽ കിടന്ന് നമ്മൾ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടാവുകയാണ്, എനിക്കും അതുപോലെ ഒന്ന് വേണം. അപ്പോൾ സ്പന്ദിക്കാൻ തുടങ്ങുകയാണ് ശക്തി. ശുദ്ധ ശിവബോധത്തിൽ നിന്ന് ചെറിയ ആഗ്രഹമായിട്ട് ഇച്ഛാശക്തിയായിട്ട് വന്ന് അടുത്തെന്താ ഗൂഗിളിനകത്ത് അടിച്ചു നോക്കും, റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ജ്ഞാനശക്തിയായി. ഇപ്പൊ ശക്തിയുണ്ട്, അതിന്റെ സ്വരൂപം ജ്ഞാനമാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, സ്വരൂപം ക്രിയാശക്തി. പിന്നെ നമ്മൾ അത് പോയി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്രിയാശക്തി. ഷോറൂമിൽ ചെല്ലുമ്പോൾ ചുമ്മാ വില വയ്ക്കാൻ പോകുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ ജ്ഞാനശക്തി, ക്രിയാശക്തി, അവർ ചുമ്മാ ഒരു ഇത് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കാൻ വരുമ്പോൾ സാറിന്റെ പിയൂന് കാറിലല്ലേ വരുന്നത്, സാറൊക്കെ ഇത്രയൊക്കെ വലിയ ആളായിട്ട് സാറിന് കാറ് വലിയ സാറല്ലേ സാറിപ്പോൾ എടുത്തില്ല ചത്തു പോകും കേട്ടോ, നാളെ ഓഫറൊന്നും കിട്ടത്തില്ല, ഇന്ന് എടുത്തില്ലേ മരിച്ചു പോകും, അയ്യോ മരിച്ചു പോകും, മരിച്ചു പോകും, ഇന്നെടുത്തില്ല മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരു ടൈമും കൂടെ ഒക്കെ കൊടുത്ത് ഇപ്പം എടുത്തില്ലേ ഓഫറൊക്കെ പറഞ്ഞ് ഇത് തലയിൽ കെട്ടി. കാരണം സാറ് പഴയ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സാറിന് 1.5 ലക്ഷം രൂപ ഇപ്പം മുടക്കണം. ഇതാകുമ്പോൾ പുതിയ കാറാകുമ്പോൾ ഒരു 100 രൂപ നോട്ട് കൊടുത്താൽ മതി, സാറിൻ്റെ വീട്ടിൽ കാറ് വന്നത്, പിന്നെ EMI അടച്ച് നരകിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവൻ നമ്മുടെ തലയിൽ ഇത് കെട്ടിവെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ഇത് ഈ എനർജി, ശുദ്ധബോധത്തിൽ നിന്ന് വന്ന ഈ പ്രാണന്റെ എനർജി കൈകളിലൂടെ വെളിയിൽ വന്ന് ലൈറ്റ് ഇടുമ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും, ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് മെക്കാനിക്കൽ എനർജി ആയിട്ടും, സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ടും, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും ഇത് മാറുന്നു. ഇതേ നമ്മൾ പഠിക്കുന്നുള്ളൂ സയൻസിൽ, ക്ലാസ്സിൽ, സ്കൂളിൽ. ഇത് എവിടെ നിന്ന് തുടങ്ങിയെന്ന് അറിയുന്നുണ്ടോ? ഇല്ല. ഈ ബന്ധം നമ്മൾ കുട്ടി വായിക്കുമ്പോഴേ പ്രപഞ്ച രഹസ്യങ്ങൾ തിരിച്ചറിയത്തുള്ളൂ. ഉള്ളിലെയും പുറത്തെയുള്ള പ്രാണന്റെ ഈ സഞ്ചാര ഗതിവിഗതികളെ കുറിച്ച് പഠിക്കാനാണ് തന്ത്രത്തില് നമ്മൾ ശ്രീവിദ്യ ഉപാസന ചെയ്യുന്നത്. അപ്പം ഒരു ഉപാസിച്ചേ പഠിക്കാൻ പറ്റത്തുള്ളൂ പ്രാണന്റെ ഗതിവിഗതികളെ. അപ്പൊ അതിലേക്ക് പിന്നെ പോവാം. അപ്പൊ പറഞ്ഞു വന്നത് ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത. ചതുർബാഹു 4 കൈകളോട് കൂടിയ ചേർന്ന സമന്വിതമായിട്ടുള്ള ദേവിയുടെ രൂപം ഉണ്ടായി. ചതുർബാഹു എന്ന് പറഞ്ഞാലാണ് മഹാവിഷ്ണുവാണ് അല്ലെ. വിഷ്ണുവിന്റെ പരാമർശം കൂടെ ഇവിടെ വരുന്നുണ്ട്.
വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ് പറയുന്നത്. വ്യാപിക്കുന്ന സ്വഭാവമുള്ളതാണ് വിഷ്ണു. വിഷ്ണു മായ. ഞാൻ മറ്റു ദേവതകളെ കുറിച്ചല്ല പറയുന്നത്. വിഷ്ണുമായ എന്ന് പറഞ്ഞ ദേവതയെ കുറിച്ചല്ല പറയുന്നത്. വിഷ്ണുവിൻ്റെ ഈ പ്രകാശ വിമർശ അല്ലെങ്കിൽ ഈ സ്വഭാവത്തുള്ള ഈ വ്യാപിക്കുന്ന രീതിയിലുള്ള ഊർജത്തെയാണ്, അത് ആദി പരാശക്തിയാണ്. പല ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ശ്രീവിദ്യ ദീക്ഷ എടുത്ത് കഴിയുമ്പോൾ ഇത്രയും നേരവും വിഷ്ണുവിനെ വിളിച്ചുകൊണ്ടിരുന്നു, വിഷ്ണുവിന് പിണക്കമാവുമോ, എന്നിട്ട് വിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കാൻ കൺഫ്യൂഷൻ വരുന്നു. ഇത് പലതായിട്ട് ഇവർ തമ്മിൽ നമ്മളോട്ട് അടിയാന്ന വിചാരം. അപ്പൊ ദേവിക്ക് പിണക്കമാവും, ഇത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ഇത് പിന്നെ കുണ്ടലിനി റോങ് ആയിട്ട് പോയിട്ട് പല മാനസിക വ്യഥകളും ശാരീരിക വേദനകളും ഉണ്ടാവുന്നവരുണ്ട്. അവരെ കൃത്യമായ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരത് ഓവർകം ചെയ്തു വരും. എന്താണ് കാര്യം? നമ്മുടെ കാലേ കൂടെ കയറി വരുന്ന എനർജി കുട്ടികളെ സൃഷ്ടിക്കുന്ന ഭാഗത്ത് ബ്രഹ്മാവ് എന്നറിയപ്പെടുന്നു. അവിടുന്ന് ആ ഓർഗന്റെ ആ ഭാഗത്ത് ബ്രഹ്മാവ് എന്നറിയപ്പെടുന്നു. അതേ എനർജി സ്വാധിഷ്ഠാനം കടന്ന് അനാഹതം, മണിപൂരാന്ത രുദ്ര വിഷ്ണു കേന്ദ്രീ വരുന്നു. അനാഹതത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ വിഷ്ണു എന്നറിയപ്പെടുന്നേ ഉള്ളൂ. മോട്ടിവേഷണൽ എനർജിയാണ് വിഷ്ണു. 10 പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളിന് കിട്ടുന്ന ലക്ഷ്മിയാണോ 1000 പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളിന്? വിഷ്ണുവിന്റെ ഭാര്യ ലക്ഷ്മി, വിഷ്ണുവിന് ആക്റ്റീവായ ലക്ഷ്മിയെ കിട്ടും. അമ്മ അമൃതാനന്ദമയി അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ കോടികൾ അക്കൗണ്ടിൽ വരുന്നു. എങ്ങനെയാണ്? വിഷ്ണു ആക്റ്റീവ് ആവുന്നതാണ്. അവരുടെ ബാധയൊക്കെ പോകും, കെട്ടിപ്പിടിക്കും, നെഗറ്റീവ് എനർജി മാറും. അപ്പോൾ അവർ പോയി ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ വിജയിക്കും. അപ്പോൾ ലക്ഷ്മിയെ കിട്ടും. അത് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ കോടികൾ കിട്ടും. അപ്പം ഇത് വളരെ ബന്ധമുണ്ടാണ്. വിഷ്ണു ആക്റ്റീവ് ആകുക എന്ന് പറയുന്നത് സ്ഥിതി. കാശ് കിട്ടിയാലേ ആഹാരം കഴിക്കാം. സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി ഇവിടെ സംഹാരം. അജ്ഞാചക്രാന്തരാള രുദ്രഗതി വിഭേദന പറയും. അപ്പൊ അജ്ഞാചക്രത്തില് രുദ്രൻ സംഹാരം, ദേഷ്യം പറയുമ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്തതാ ഇത് വരും ഇങ്ങനെ. അപ്പം അവൻ നമ്മൾ തീരും. അതാണ് സംഹാരം. ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചായ ഇങ്ങനെ കൊണ്ടുവെക്കും. ആ കട അധികം നാൾ ഓടത്തില്ല. എന്നാൽ ചിലർ ഹാർട്ടിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്. വന്നാൽ എന്ത് സുഖമാണോ, എല്ലാവർക്കും സുഖമാണോ, ഹാർട്ടിലൂടെ സെൻഡ് ചെയ്യും, കെട്ടിപ്പിടിക്കും, ആ രീതി സെൻഡ് ചെയ്യും എനർജി. അപ്പോൾ അവർ വിജയിക്കും. അപ്പം ഇതൊരു സക്സസ് സീക്രട്ടാണ് അല്ലേ? ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ തിലകൻ പറയുന്ന കൂട്ട്, മോനെ ഫൈസി സുലൈമാനെ കൊടുക്കുമ്പോൾ കുറച്ച് മുഹബത്തൂടെ വെച്ച് കൊടുക്കണം എന്ന് പറയും. എന്താ? സ്നേഹം കൂടെ വെച്ച് കട്ടൻ ചായ കൊടുത്താൽ വേഗം വിറ്റുപോകും. ഈ സ്നേഹമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. അത് വിഷ്ണുവാണ്. സ്ഥിതിയുടെ അല്ലെ, കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ് വിജയിക്കുന്നത്. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാം പ്രവർത്തിക്കുന്നത് ഈ കുണ്ടലിനി ശക്തി കാലക്കൂടെ കയറി വന്നിട്ടാണ്. ഈ ശക്തി തന്നെയാണ് വിഷ്ണുവായിട്ടും ശിവനായിട്ടും ബ്രഹ്മാവായിട്ടും പ്രവർത്തിക്കുന്നത്. മൂലാധാരത്തിൽ ഗണപതിയായി, തടസ്സങ്ങളില്ലാതെ സഹസ്രാരത്തിലേക്ക് കുണ്ടലിനി എത്താൻ വേണ്ടി കൽപ്പിക്കുന്ന ദേവതയാണ് ഗണപതി. അത് തന്നെ ബാഹ്യ പ്രപഞ്ചത്തിലും റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് ഗണപതിയെ നമ്മൾ ആരാധിച്ചിട്ടാണ് എന്തും തുടങ്ങുന്നത്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഗുരുവാണ്. അതുകൊണ്ടാണ് ഗുരുവിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നത്, ഗുരുവിനെ വണങ്ങുന്നത്. കാരണം ബോധമാണ് ഗുരു. ശിവബോധത്തിന് ആ ശിവബോധം ഇല്ലെങ്കിൽ ശവമായി, അല്ലെങ്കിൽ ശക്തി നിർജീവമാവുന്നു, അല്ലെങ്കിൽ ശക്തി വരുമ്പോൾ ശിവൻ ആക്റ്റീവ് ആവുന്നു, ഇങ്ങനെയൊക്കെ പറയും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ശിവന്റെ മൂവ്മെന്റ് ആണ് ശക്തി. ശക്തി നിന്നാൽ ശിവനായി, ശിവൻ മൂവ് ചെയ്താൽ ശക്തിയായി, പ്രകാശം വിമർശമായി. ശിവാദി ഭൂമി പര്യന്തമായ കാശ്മീരി ശൈവ സിദ്ധാന്ത പ്രകാരം 36 തത്വങ്ങൾ, ശിവൻ മുതൽ തുടങ്ങിയ 36 തത്വങ്ങളുണ്ട്. പരശുരാമ കൽപ്പസൂത്രം പറയുന്നു. ഈ തത്വങ്ങൾ ഷഡദ്വാതീത രൂപിണി എന്ന് പറയും. ഷഡദ്വാതീത രൂപിണി. അപ്പൊ ആ തത്വങ്ങള് ഏറ്റവും പ്രധാനമാണ്. അതിൽ സത്വരജസ് തമസ്സായിട്ടുള്ള പോർഷൻ. സാഖ്യയോഗത്തിലെ തത്വങ്ങളില് ശുദ്ധബോധത്തിൽ നിന്നും മഹത്തത്വം ഉണ്ടായിട്ട് മഹത്തത്വം 3 ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. സാത്വികം, രാജസികം, താമസികം. ശരിയല്ലേ? അല്ലെ? നമുക്കൊരാളെ അനുഗ്രഹിക്കാൻ പറ്റും, അയാളെ സ്നേഹിക്കാൻ പറ്റും, അനുഗ്രഹിക്കാൻ പറ്റും, ഒരാളെ ശപിക്കാനും പറ്റും. നടുക്ക് ന്യൂട്രലിൽ പോകുന്നു. അപ്പൊ 3 ആയിട്ട് ഈ എനർജി പ്രാണൻ, 3 പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട്. ദേവതകള് 3 പ്രവർത്തിക്കുന്നുണ്ട്, സത്വരജസ് തമസ്സായിട്ടും. അപ്പൊ അതാണ് ഇനി പറയാൻ പോകുന്ന ദേവിയുടെ ആയുധങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് സത്വരജസ് തമസ്സായിട്ടാണ് വരുന്നത്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ, അതിൽ വൈഷ്ണവ രൂപം. സാത്വികത്തിലാണ് സൃഷ്ടി നടക്കുന്നത്. സാത്വികത്തിൽ സാത്വികമായി സൃഷ്ടി നടക്കുന്നു. നമുക്ക് മനസ്സ് നല്ല ശാന്തമായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഇരുന്നെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഐഡിയ തലേ വരത്തുള്ളൂ. വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ എന്ത് ഐഡിയ തലേ വരിക? നശിച്ചു പോകാനുള്ള ഐഡിയ ആയിരിക്കും വരുന്നത്. എങ്ങനെ അവനെ കൊല്ലാം, എന്നിട്ട് എനിക്ക് ജയിലിൽ പോവാം, എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ തല്ലിപ്പൊട്ടിക്കാം, എങ്ങനെ മോന്തക്കിട്ട് 2 കൊടുക്കാം, അല്ലാതെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു.
ഇല്ല. സാത്വികമായ അവസ്ഥയിൽ മാത്രമേ പ്രാണൻ പോസിറ്റീവായിട്ട് പ്രവർത്തിച്ചിട്ട് മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. സാത്വികമായിരിക്കുന്ന ഒരാളിൽ മാത്രമേ ദേവിക്ക് പ്രവർത്തിക്കാനും പറ്റൂ. ആ ഈഗോ ഉള്ളപ്പോഴാണ് താമസികമായി പ്രവർത്തിക്കുന്നത്. എല്ലാം ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഉപാസിക്കുന്നവരിലേക്ക് മാത്രം ദേവിക്ക് കടന്നു വരാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ. അമ്പലത്തിൽ പോയിട്ടൊക്കെ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ദേവി, അവക്ക് മേൽഗതി കൊടുക്കരുതേ, അവൾ എന്നോട് ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, കരഞ്ഞ് വിളിച്ച് ഭയങ്കര ബഹളമായിട്ടൊക്കെ. അവരുടെ കൂടെ ബാധകളാണ് വരിക. എന്നാൽ അവിടെ ദേവിക്ക് ദൈവമുള്ള ഇഷ്ടം കൊണ്ട് ദേവിക്ക് എല്ലാം ദേവിക്ക് സമർപ്പിക്കുന്നു. ദേവി അവർക്ക് കൊടുത്തോളും. ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നമ്മളതറിയേണ്ട കാര്യമില്ല. ഞാൻ ദേവിക്ക് സമർപ്പിക്കുന്നു, ദേവി വേണ്ട കാര്യങ്ങൾ ചെയ്തോട്ടെ, നമ്മളെല്ലാം വിടുന്നു, എല്ലാവരോടും ക്ഷമിക്കുന്നു, പോട്ടെ, വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ ആ പ്രശ്നം തലേന്ന് അങ്ങ് പോയി അല്ലേ. നമ്മൾ സാത്വികമായിട്ട് നമുക്ക് ദേവി ഉപാസന ചെയ്യുമ്പോൾ ദേവി നമ്മളിലേക്ക് പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളിൽ ഈഗോ, വ്യക്തിത്വം നശിക്കുമ്പോഴാണ് ദേവി നമ്മളിലേക്ക് വരുന്നത്. അവിടെ അതുകൊണ്ടാണ് ദേവിയുടെ രൂപം കൽപ്പിക്കേണ്ട ആവശ്യം വരുന്നത്. ദേവിയുടെ രൂപം കൽപ്പിച്ച് ഉപാസിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നിർഗുണ ഉപാസനയെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ല. ഈ പേഴ്സണാലിറ്റി അവിടെ നിൽക്കുമ്പോൾ ഒരു ദേവിക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഈശ്വരന് കയറാൻ പറ്റത്തില്ല. നമ്മുടെ പേഴ്സണാലിറ്റിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദേവിക്ക് ഇത്രയും വലിപ്പവും അനേക കോടി ബ്രഹ്മാണ്ഡ ജന്യനമാണെന്നൊക്കെ പറയുന്ന അത്രയും വലിയ സംഭവമാണ് ദേവീന്നും. ആ ദേവി എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നും പറയുമ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റിയാണ് ഏറ്റവും വലിയ ബാധ. ഈ പേഴ്സണാലിറ്റി മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിച്ച് നടക്കുന്ന ഈ പേഴ്സണാലിറ്റിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ ഉപാസനയുടെയും അടിസ്ഥാന ലക്ഷ്യം. പ്രാണൻ അപ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ എന്നുള്ള സാധനം ഇല്ലാതാക്കാനാണ് സകല ഉപാസനയും, സകല പ്രാർത്ഥനകളും. ഈ ദേവതകളെയൊക്കെ ഋഷിമാർ കൽപ്പിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആ വൈബ്രേഷണൽ ഫീൽഡുകൾ നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ പേഴ്സണാലിറ്റിയെ തകർക്കണം. ആ സമർപ്പണം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ദേവിയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉദ്യദ്ഭാനു സഹസ്രാവ ചതുർഭാഗ സമന്വിത, എങ്ങനെ ആയിരക്കണക്കിന് കിരണങ്ങളോട് കൂടി ദേവി ആ ഹോമകുണ്ടത്തിൽ നിന്നും പ്രത്യക്ഷയായി എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രത്യക്ഷമായി കടന്നു വരുന്ന ദേവിയെ ആ ദേവിയാണ്. അത് ദേവിയുടെ ശരീരത്തിൽ നിന്ന് ആയിരക്കണക്കിന് ശക്തി സൈന്യം കൂടെ ഉണ്ടായി. എന്തിനാണ് ഇതെല്ലാം? ഭണ്ഡാസുരനെ നശിപ്പിക്കാൻ. അപ്പം ഭണ്ഡാസുരൻ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജികളുടെ പ്രതീകമാണെന്ന് ആദ്യമേ പറഞ്ഞു. നമ്മളെ നശിപ്പിക്കുന്ന ഊർജങ്ങളുടെ പ്രതീകമാണ്, സിമ്പലാണ്, നമ്മുടെ അഹങ്കാരത്തിന്റെ സിമ്പലാണ്. അതിലൂടെയാണ് ബാധകൾ വരുന്നത്, ഭണ്ഡാസുരന്റെ സൈന്യം വരുന്നതൊക്കെ അതിലൂടെയാണ്. പ്രാണൻ നെഗറ്റീവായിട്ട് നമ്മളുള്ളിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. ഭണ്ഡാസുരനും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും. അത് നേരത്തെ ആരായിരുന്നു ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞു? ശിവന്റെ കൈലാസത്തിൽ ഗണപതിയോടൊപ്പം കളിച്ചു വളർന്ന, എല്ലാം പഠിച്ച് വളരെ പോസിറ്റീവായിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, ഈശ്വരനെ വിളിച്ചിട്ട്. ഇത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മട്ടുമാറും. നമ്മൾ ഈശ്വരനെയൊക്കെ വിളിച്ചിട്ടായിരിക്കും രക്ഷപ്പെടുന്നത്. രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ മെടുക്കാൻ. ഈഗോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. തക്ക യാദൃശ്യമല്ലേ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടല്ലോ ഞാൻ ജീവിച്ചത്, അല്ല ഈശ്വരൻ വഴിയാണോ? അല്ലേ? ശരിയല്ലേ? അപ്പൊ ആ ഈഗോയുടെ പ്രതീകമാണ് പല നെഗറ്റീവ് എനർജികളും, അല്ലെ? അപ്പം ഇത്തരത്തില് പ്രാണമയ കോശത്തിൽ പ്രവർത്തിക്കുന്നു ദേവത. അവിടെ അന്നമയ കോശമാണ് 4 കൈകൾ, അല്ലെ? നമ്മുടെ കൈയൊക്കെ ഉള്ള ശരീരത്തല്ലേ അന്നമയം, ഫിസിക്കൽ ബോഡിയെ കുറിച്ചല്ലേ അവിടെ പരാമർശിക്കുന്നത്. അന്നമയ കോശം, ചതുർബാഹു, സമന്വിത, ചേർന്നിരിക്കുന്ന എന്താണോ അത്. ആ ചേർന്നിരിക്കുന്ന എന്താണ്? അത് വിഷ്ണുവിന്റെ രൂപം, അല്ലെ ദേവിയുടെ രൂപം. 4 കൈകളുള്ള ദേവിയുടെ രൂപത്തിനെയാണ് ഈ പറയുന്നത്. അവിടെ ദേവി എന്ന് പറഞ്ഞ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിഗർ അവിടെ വരുമ്പോൾ മനോമയ കോശമായി. ഉദ്യദ്ഭാന സഹസ്രാഭ എന്ന് പറയുമ്പോൾ പ്രാണന്റെ പ്രകാശ രൂപം. പ്രാണൻ അഗ്നിയാണ്, പ്രകാശമാണ് പ്രാണൻ. ആ പ്രകാശ രൂപത്തെ കുറിച്ചാണ്. അപ്പൊ പ്രാണമയ കോശത്തിലെത്തി. അന്നമയം, മനോമയം, പ്രാണമയം. ആ സഹസ്രാഭ കിരണങ്ങളാണ് പ്രാണൻ എന്ന് പറഞ്ഞത്. ഉദ്യദ്ഭാനു എന്ന് പറഞ്ഞ സൂര്യൻ ജ്ഞാനപ്രകാശമാണ്, ജ്ഞാനമാണ്. അപ്പൊ വിജ്ഞാനമായ കോശത്തിലെത്തി, അല്ലേ? അവന്റെ തലയെ വെട്ടം വീണു എന്ന് നമ്മൾ പറയാറില്ലേ അറിവ് വരുമ്പോൾ. ആ പ്രകാശം, ആ ജ്ഞാനപ്രകാശത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജ്ഞാനമാണ് ശരിക്കും ദേവി, ജ്ഞാനമയ കോശമാണ്.
ഇത്രയായി കഴിയുമ്പോൾ എന്തുണ്ടാവും? ആനന്ദം ഉണ്ടാവും. അതായത് ആനന്ദമുള്ള അവസ്ഥയിൽ സമാധി സ്റ്റേജിൽ ആണ് ഈ സത്യം ഉണ്ടാവുന്നത്. കാരണം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത എന്ന് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ശ്രീ മഹാരാജ്ഞിയായിട്ടിരിക്കുന്ന ആദിപരാശക്തി, രാജ്ഞിക്ക് ഒന്നും വേണ്ട, എന്തെങ്കിലും വേണം? രാജ്ഞിക്കെല്ലാം ഉണ്ട്. എല്ലാ സുഖ സൗകര്യങ്ങളും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ട്. ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ആനന്ദമയ കോശത്തിൽ നിന്ന് പ്രാണമയത്തിലേക്ക് എത്തി, അവിടുന്ന് മനോമയത്തിലേക്ക് എത്തി, അന്നമയത്തിലേക്ക് എത്തി. ഇവിടെ കാര്യങ്ങൾ അല്ലേ? അപ്പൊ ഈ അന്നമയം, ഈ അന്നമയത്തിൽ നിൽക്കുന്ന നമുക്കും ഈശ്വരനും അന്നമയത്തിന്റെ രൂപമായിരിക്കും. അവിടുന്ന് മനോമയത്തിലെത്തുമ്പോൾ നമുക്കും ഈശ്വരനും ആ രൂപമായിരിക്കും. പ്രാണമയത്തിലെത്തുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ ലെവൽ മാറി. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ ബോഡിയിലുള്ള ഇതല്ലേ, എനർജി ആയിട്ട് മാറി. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഭദ്രകാളി എന്ന് പറയുന്ന എനർജിയെ നമുക്ക് ശരീരത്തിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. മേല് പെരുക്കും. ആ ദേവത നമ്മുടെ ശരീരത്തിൽ, അവർ പ്രാണമയ കോശത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രേതങ്ങൾ വരുമ്പോൾ നേരെ വെച്ച് കുത്തുന്ന കൂട്ടായിട്ടുള്ള സെൻസേഷൻ ആയിരിക്കും. ഡിഫറൻസ് ഉണ്ട്. നെഗറ്റീവ് എനർജികൾ വരുമ്പോൾ, പോസിറ്റീവ് എനർജികൾ വരുമ്പോൾ നമ്മുടെ ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻ മാറുന്നത്. ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ അനുഭവം ഉള്ളവരുണ്ടാവും. ശരിയല്ലേ? ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടാവുമല്ലോ. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ള. ഉണ്ട് സാറേ, ഉണ്ട് സാറേ. വൈബ്രേഷൻ ഫീൽ ചെയ്യാറുണ്ട്. അതെ അതെ, അതാണ് പറഞ്ഞത്. ആ, പലരും കൈവൊക്കെ കാണിക്കുന്നത്. പറഞ്ഞു ശരിയല്ലേ? ഒരു രസമാണ് അല്ലേ? ഉപാസന അവിടെ ഉപാസന അല്ലേ? ഉണ്ട്. അതെ അതെ. വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്ത് തുടങ്ങിക്കാണും. പ്രാണമയത്തിലേക്ക് പെർസെപ്ഷൻ ലെവൽ ഉയർന്ന സാധന ചെയ്ത് പ്രാണമയത്തിലേക്ക് അവരുടെ ബോധ നിലവാരത്തെ ഉയർത്തിയ ആളുകൾക്ക്, പല ആളുകൾക്കും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. അപ്പൊ അന്നമയത്തിൽ നിന്ന് നമ്മുടെ പെർസെപ്ഷൻ മാറി മനോമയത്തിലെത്തിയപ്പോ ദേവതയുടെ രൂപം മാറില്ലേ? നമ്മുടെ രൂപം മാറില്ലേ? നമ്മൾ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മാറി, മനസ്സായി. അവിടുന്ന് പ്രാണമയത്തിലെത്തിയപ്പോൾ പിന്നെ മാറി. അവിടുന്ന് വിജ്ഞാനമയത്തിലോ ആനന്ദമയത്തിലോ ഇനി എത്തുമ്പോൾ ഇതെല്ലാം മാറും. കളി ഇതെല്ലാം ഒന്നായിട്ട് തീരും. ഞാൻ തന്നെ ഈശ്വരൻ എന്നുള്ള അവസ്ഥയിൽ അഹം ബ്രഹ്മാസ്മിയിൽ എത്തും. പതുക്കെ 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 പതുക്കെ, ഒറ്റയടിക്കല്ല. ഇതൊരു പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് കഴിഞ്ഞു. ഇതൊരു വളരെ വലിയ ഒരു പ്രോസസ്സാണ്. പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിത് എത്തിച്ചേരാൻ എല്ലാവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും പറ്റും, സിസ്റ്റമാറ്റിക്കലായിട്ട് പോയാൽ. അപ്പോൾ ഈ രീതിയിൽ ചർച്ച ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിലേ അത് എത്തത്തുള്ളൂ. അത് ഇന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുർഗതി. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, മാക്സിമം ആളുകളിൽ എത്തിക്കണം. അപ്പൊ എന്താ പറഞ്ഞത്? അന്നമയം മനോമയം പ്രാണമയം ഞാനൊരു പഞ്ചകോശ വ്യാഖ്യാനം എന്ന് പറഞ്ഞത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രയോജനപ്പെടുമോ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, മനസ്സിലാക്കി കൊടുക്കണം. അപ്പോ അതാണ് ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം. അന്നമയം മുതൽ ആനന്ദമയം വരെ. അപ്പൊ ദിഗ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത, ഇതാണ് ഇന്നത്തെ നാമം. അവിടെ പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. ചില നേരത്ത് ക്ഷേത്രത്തിലൊക്കെ ചെന്ന് നിൽക്കുമ്പോ എന്തോ ഒരു നല്ല സുഖമുള്ള ഒരു എനർജി തലയിൽ കൂടെ അങ്ങനെ വരുന്നതായിട്ട് അതായത് നമ്മൾ ചില ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് ദേവിയെ പ്രാർത്ഥിക്കുവാണെങ്കിൽ, കണ്ണ് തുറന്നു വേണം പ്രാർത്ഥിക്കാൻ, എങ്കിലും ചിലപ്പോൾ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഇങ്ങനെ വലുതായി വന്നിട്ട് ഒരു ചുമലയോ നീലയോ ഒക്കെ കളറിൽ ഇങ്ങനെ മാറി വന്ന് ഒരു നല്ല സുഖം, അതിങ്ങനെ വല്ല എക്സ്പാൻഡ് ചെയ്ത് വരും അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? അങ്ങനെയല്ല തോന്നിയിരിക്കണത്. എന്തോ ഒരു സുഖകരമായിട്ടുള്ള ഒരു എനർജി തലയെ കൂടെ അങ്ങനെ ഇറങ്ങി വരുന്നത് മേളിന്ന്. അത് തോന്നിയിട്ടുണ്ട്. അതിന്റെ നമ്മൾ വിഷ്വൽ ഫോമില് പല ആളുകൾക്കും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കണ്ണടച്ച് നിൽക്കുമ്പോൾ അതാണ് ഈ ഉദ്യത്ഭാന സഹസ്രാഭ ചതുർഭാഗ സമന്വിത എന്ന് പറയുന്നതിന്റെ മറ്റൊരു അർത്ഥം, പ്രായോഗികമായിട്ടുള്ള അർത്ഥം. അപ്പം ഇത് ഈ പറയുന്ന ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ എക്സ്പീരിയൻസും ഇതിൽ പെടുത്താം. അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളെയാണ് ഇവിടെ പ്രാണമയ കോശത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവാണ്. വളരെ നമ്മളെ വളരെ കൂളാക്കിക്കൊണ്ട്, നമ്മളെ ഹാപ്പിനെസ് നിറച്ചുകൊണ്ട്, പഞ്ചകോശങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ആണ് ഈ ശക്തി നമ്മളിലേക്ക് വരുന്നത്. അത് ചിലർക്ക് ഇത് മനസ്സിലാവും, ചിലർക്ക് ഇത് മനസ്സിലാവില്ല. ഇത് കാരണം പുറത്തോട്ട് നോക്കി ജീവിക്കുന്ന ആളുകൾക്ക് ഇത് എളുപ്പം മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ അവരുടെ അനുഭവത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്.
ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അവരുടെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ മാറുന്നു, അസുഖങ്ങൾ മാറുന്നു, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നു, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഓരോരോ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ഓഫീസിൽ പ്രമോഷൻ കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ആളുകൾക്ക് ആദ്യം പലർക്കും മനസ്സിലാവുന്നു. അല്ല, എല്ലാവർക്കും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റേ എന്താ പറഞ്ഞു വിട്ടാണെന്നല്ല പറഞ്ഞു, ചില ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവിടെ ഇത് ദേവി അവതരിക്കുകയാണോ ശരിക്കും നമ്മളുടെ ഈ നെഗറ്റീവായിട്ടുള്ള അസുരന്മാരെ ഒഴിവാക്കാൻ വേണ്ടി, ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി ദേവി സ്വയം പ്രകാശരൂപിണിയായ ദേവി വിമർശത്തിലേക്ക്, അതായത് പ്രപഞ്ച സൃഷ്ടിയിലൂടെ പ്രാണമയകോശത്തിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കുന്നു. അങ്ങനെ പ്രവഹിച്ച് നമ്മളെ കൂടെ ഉദ്ധരിക്കുന്നു. ഇതാണ് ഉദ്ദേശം. തിരുമേനി ഒരു കാര്യം പറഞ്ഞോട്ടെ. പ്രഭാഷ് സാറാണേ. പറയൂ സാർ. നമ്മുടെ ഈ ജപിക്കുന്ന സമയത്ത് ഈ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന എനിക്ക് ആദ്യ സമയങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ആ ഫീല് നമുക്ക് ശരിക്കും കിട്ടി തുടങ്ങി. ജപിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ, കാലേന്ന് മുകളിലേക്ക് ഒരു വൈബ്രേഷൻ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അത് ശരിയായിട്ട് വരും, ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ശരിക്കും ചിലർക്ക് ആജ്ഞാചക്രം തുടിക്കും, ആജ്ഞാചക്രം ഇവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ചിലർക്ക് ഇവിടെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വന്നത് ദേവിയുടെ ഈ പ്രകാശ വിമർശ രൂപത്തിലുള്ള സൃഷ്ടി, ആ ദേവി പ്രത്യക്ഷയായത് എങ്ങനെയാണെന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ ഈ നാമങ്ങളിലൂടെ പറയുന്നത്. ഇനിയും ഈ പറയുന്ന ദേവിയുടെ കൈകളിൽ എന്താന്നുള്ളതാണ് അടുത്ത ദിവസം പറയാനോ ഉദ്ദേശിക്കുന്നത്. ദേവി ഇതിൽ പറയുന്ന അടുത്ത വരികളിൽ പറയുന്നത് ദേവിയുടെ കൈകൾ, അതിൻ്റെ എന്താണ് പഞ്ചകോശങ്ങളിൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു നാമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ദിവസം, അടുത്ത ആഴ്ചയിൽ നമ്മൾ പറയുന്നത്. എന്തായാലും ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ദേവിയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് എന്തെങ്കിലും വരുന്നുണ്ട്, എൻ്റെ മിസ്റ്റേക്കാണ്. എല്ലാ നല്ല കാര്യങ്ങളും തീർച്ചയായിട്ടും എൻ്റെ ഗുരുപരമ്പരയുടെയും ദേവിയുടെയും അനുഗ്രഹത്തിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും കഴിയുന്നതും ലൈവിൽ തന്നെ കയറണം. ദയവായി ഇത് കാണുന്ന യൂട്യൂബിൽ കാണുന്ന ആളുകൾ പിറ്റേ ദിവസം, രണ്ടാമത്തെ നാളെയും മറ്റന്നാളൊക്കെ സമയം പോലെ കാണുന്ന ആളുകളെ എല്ലാവരും യൂട്യൂബിൽ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് പലരും. പക്ഷെ ലൈവിൽ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിലും ആ പ്രാധാന്യം വരുമ്പോഴാണ് ആ ദേവിയുടെ എനർജി നമ്മളിലേക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് രണ്ടും കണ്ടിട്ടുള്ളവർക്ക്, രണ്ടിലും പങ്കെടുത്ത ആളുകളുടെ അനുഭവം എന്താണ്, ഏതാണ് കൂടുതൽ നല്ലത്? അതെ, ഞാൻ മുന്നേ യൂട്യൂബാണ് കാണാറുണ്ടായത് ഡ്യൂട്ടി സമയത്തൊക്കെ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ലൈവ് കാണുമ്പോൾ ഉള്ളതിന്റെ എനർജി ലെവൽ വ്യത്യാസമാണ്, വളരെ വ്യത്യാസം. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിലൊരു ഭൂരിപക്ഷം ആളുകളും ഒരു പ്രാവശ്യം വന്നിട്ട് അതിന്റെ ഗുണം മനസ്സിലാക്കി നിർത്താതെ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അത് ലൈവായിട്ട് തന്നെ അപ്പോഴേ നമ്മുടെ മനസ്സിലാ ഇമ്പോർട്ടൻസ് വരത്തുള്ളൂ. ഇല്ലേ നമ്മൾ കരക്കറിഞ്ഞുകൊണ്ടോ എക്സസൈസ് ചെയ്തുകൊണ്ടോ വേറെ 100 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ചുമ്മാ വളരെ കെയർലെസ് ആയിട്ടിരുന്നിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ഇത് നമ്മുടെ ആഴങ്ങളിലേക്ക്, ആത്മാവിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കില്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഗുണമുണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലും ഡിസ്കോയോ ഡാൻസോ കാണുന്ന കൂട്ടല്ല, കോമഡി ഷോ കാണുന്ന കൂട്ടല്ല. ഇത് കണ്ടാൽ ഒരു വീഡിയോ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകളുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കും. അത് എൻ്റെ മിടുക്കല്ല, തീർച്ചയായിട്ടും ദേവിയുടെ ഇച്ഛപ്രകാരമാണ് ഇത് നടക്കുന്നതെന്നുള്ളതാണ്. ദേവിയാണ് ഈ സംസാരിക്കുന്നത് എന്നിലൂടെ. എനിക്കൊന്നും അറിയില്ല, ഞാനൊരു ശിശുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വരുന്ന ദർശനങ്ങളിൽ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ എഴുതിയെടുത്ത് പഠിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് പിറ്റേന്നൊക്കെ ആയിട്ട്. അപ്പം അത് എനിക്കറിയാത്ത കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇവിടെ. ഞാനല്ല പറയുന്നതെന്നുള്ളതുകൊണ്ട് ദേവിയാണ് എല്ലാം പറഞ്ഞു തരുന്നതും എല്ലാം ചെയ്യിക്കുന്നതും. ഇതെല്ലാം നമ്മളൊരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ആ സമയത്ത് എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് മറ്റുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ ഇതിൽ പങ്കെടുപ്പിക്കണം. കാരണം ഇത് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ്. അപ്പോൾ പല ആളുകളും നല്ല നല്ല കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. പറഞ്ഞോളൂ, ഒരു 2 മിനിറ്റ് ഇതിനെടുത്താലും കുഴപ്പമില്ല.
ഇപ്പൊ നമുക്ക് 8 മണിയായതേ ഉള്ളൂ, 8:05 നമുക്ക് ജപം തുടങ്ങാം, ഒന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും ഇതിന്റെ ഒരു പ്രാധാന്യം പറയാൻ പറ്റും? ആ വ്യത്യാസം ഇപ്പൊ വിജു സാറ് പറഞ്ഞ കൂട്ട് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ലളിതാ സഹസ്രനാമം ആദ്യം ഈ പറഞ്ഞ കൂട്ട് വീഡിയോ കണ്ടു, പക്ഷെ ഇപ്പൊ ലൈവിൽ വരുന്നു. അതാ എല്ലാം തമ്മിൽ വ്യത്യാസം പറയാനുണ്ടോ? ഗുരുനാഥ നമസ്തേ. നമസ്തേ. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ലൈവിൽ നിന്നും മാറാൻ പറ്റൂ. അത് ഒരു പ്രാവശ്യം എനിക്ക് കയറാൻ പറ്റിയില്ല, ബാക്കി എല്ലാ ദിവസവും കയറിയായിരുന്നു. ശരിക്കും ലൈവാണ് നമുക്ക് ഒരു എനർജി തരുന്നത്, അതിൽ സംശയമില്ല. കാരണം ലൈവിൽ വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ അർത്ഥം മനസ്സിലാകുന്നത്. മറ്റ് വെറുതെ കേൾക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഞാനും വൈഫും കൂടെ എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളും പറയാറുണ്ട്, ഇത് സെയിം ആയിട്ട് നമുക്ക് എപ്പോഴും ലൈവിൽ തന്നെ കയറാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ലൈവില് ഗുരുനാഥന് 25 മിനിറ്റ് ആണെങ്കിൽ 25 മിനിറ്റ് നമുക്ക് വരുന്ന ഒരു എനർജി വേറെയാണ്, ലെവലേ വേറെയാണ്. ഗുരുനാഥ് തീർച്ചയായിട്ടും ലൈവിലേക്ക് പരമാവധി എല്ലാവരെയും നമ്മളും എത്തിക്കണം. എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവരും നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക, സുഹൃത്തുക്കളെ അവരോട് ഇഷ്ടം അവരോട് പറഞ്ഞിട്ട് മാത്രം അവര് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നിച്ച് നമുക്ക് ഈ ആശയം എല്ലാവരിലേക്കും എത്തിക്കണം. വെറും പാരായണം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം, ഇതൊരു യജ്ഞം കൂടെയാണ്. എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് പെരുന്നാൾ ഷെയർ ചെയ്ത് ബുദ്ധിമുട്ടുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം ലൈഫിൽ എല്ലാ അനുഗ്രഹങ്ങളും ദേവി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജപയജ്ഞത്തിലേക്ക് കടക്കാം. ശ്രീമാത്രേ നമഃ. ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗും ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ലളിതാംബ ഗുരുപാദുകം പൂജയാമി. നമഃ. अस्य श्रीललितासहस्रनामस्तोत्रमहामन्त्रस्य वशिन्यादिवाग्देवता ऋषयः अनुष्टुप् श्रीललिता परमेश्वरी देवता श्रीमद्वाग्भवगूढेति बीजम् मध्यगूढेति शक्तिगूढेति कीलकम् मूलप्रकृतिरिध्यानम् श्रीललिता महात्रिपुरसुन्दरी प्रसादसिद्धिद्वारा सकलचिन्तितफलप्राप्त्यर्थे जपे विनियोगः. सिन्दूरारुणविग्रहां त्रिनयनां माणिक्यमौलिस्फुरत् तारानायकशेखरां स्मितमुखीमाबीनवक्षोरुहाम् पाणिभ्यामणिपूर्णरत्नचषकं रक्तोत्पलं बिभ्रतिं सौम्यां रत्नगडस्थरक्तचरणां ध्यायेत् परामम्बिकाम्. ध्यायेत् पद्मासनस्थां विकसितवदनां पद्मभद्राय दाक्षीम् हेमाम्भां पीतवस्त्रां करकलितलसद्धेमपद्मां वराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुदां सर्वसम्पत्प्रदात्रीं सकुङ्कुमविलेपनामलिकचुम्बिकस्तूरिकां समन्दहसिदेक्षणां सशरचापपाशाङ्कुशाम् अशेषजनमोहिनीमरुणमाल्यभूषां परां जपाकुसुमभासुरां जपविधौ स्मरेदम्बिकाम्. अरुणां करुणातरङ्गिताक्षि धृतपाशाङ्कुशपुष्पबाणचापाम् अणिमादिभिरावृतां मयूखै अहमित्येव विभावये भवानीम्. ॐ श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्ठसम्भूता देवकार्यसमुद्यता उद्यद्भानुसहस्राभा चतुर्बाहुः समन्विता रागस्वरूपभाषाढ्या क्रोधाङ्गाराङ्कुशोज्ज्वला मनोरूपेक्षुकोदण्डा पञ्चतन्मात्रसायका निजारुणप्रभापूरा मध्यब्रह्माण्डमण्डला चम्बकाशोकपुन्नाग सौगन्धिकलसल्कजा कुरुविन्दमणिश्रेणी कनकोडीरमण्डिता अष्टमी चन्द्रविभ्राज दलितस्थलशोभिता मुखचन्द्रकलङ्काभा मृगनाभिविशेषका वदनस्मरमाङ्गल्य गृहतोरणचिल्लिका वक्त्रलक्ष्मी परीवाह चलन्मीनाफलोचना
നവചമ്പക പുഷ്പാഭാനാസാ ദണ്ഡവിരാജിത താരാകാന്തി തിരസ്കാരീ നാസാഭരണഭാസുര കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തവനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലഭോ നവവിദ്രുമബിംബശ്രീ നിക്കാരീരതനച്ഛദ ശുദ്ധ വിദ്യാങ്കുരാങ്കാര ദിജപംക്തിദ്വയോജ്ജല കർപ്പൂരവീഡികാമോദ സമാകർഷ ദിഗന്തര നിജസല്ലാഭ മാധുര്യ വിനിഭക്സിത കച്ഛബി മന്ദസ്മിത പ്രഭാപൂരമധ്യ കാമേശ മാനസ അനാകലിത സാദൃശ്യ ചിംബുക ശ്രീ വിരാജിത കാമേശ ബന്ധ മാംഗല്യ സൂത്രശോഭിത ഗന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്ത കലോല മുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്ഥനി നാഭ്യാലവാല രോമാളി ലതാബലകുജദ്വയേ ലക്ഷ്യരോമലധാധാര ദാസമുന്നേയ മധ്യമ സ്തനഭാരദളന്മധ്യ പട്ടബന്ധവലിത്രയ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത്കടീതടി രത്നകിങ്കിണികാരമ്യ രചനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദൗരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരദൂണാഭജങ്കിക കോടഗുൽഭാഗോർമപൃഷ്ഠ ജയിഷ്ണുപ്രപദാന്വിത നഗധീരിതി സംഛന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാചാല പരാകൃത സരോരുക ചിഞ്ചാരമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ ഹരാളീ മന്ദഗമന മഹാലാവണ്യശേവധി സർവാരുണവന സർവാരുണനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഘസ്ഥ ശിവാ സാധ്വീനവല്ലഭ സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമതായിനി ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദിക്ത ശക്തിസേനാ സമന്വിത സംവൽക്കരീ സമാരൂഢ സിന്ദൂരവ്രജ സേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധപരിഷ്കൃത ജയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത ഭന്നിപ്രാകാരമധ്യത ഭണ്ഡസൈന്യവധോദിക്ത ശക്തിവിക്രമഹർഷിത നിത്യാപരാക്രമാടോവ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദിക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്കവധദോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്രവഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്തവർഷിണി കരാങ്കുലിനഘോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപദസ്ത്രാണി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സബണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ഹരനേത്രാദി സംദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമവാവടകൂടൈക സ്വരൂപമുഖ പങ്കജ കണ്ഠാധകടി പര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്ന ഘട്യതോപാകധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രേകളേ പരാ കുളാമൃതൈകരസിക കുളസങ്കേതപാലിനി കുളാംഗന കുളന്തസ്ഥ ഗൗളിനി കുളയോഗിനി അകുലാ സമയന്തസ്ഥ സമയാചാര തൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി ഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി ഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി ഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ഡലിനി വിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്ര നിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേഭ നിർമ്മല നിത്യ നിരാധാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര
നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർനിരീശ്വര നീരാകാരാഗമധന നിർമ്മദാ മതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമദാഹന്ത്രി നിഷ്പാപാ പാവനാശിനി നിഷ്ക്രോധാ ക്രോധശമനി നിർലോഭാലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദാ ഭേദനാശിനി നിർനാശാ വൃത്തിമഥനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുലാ നിലജിഗുര നിരവായ നിരസ്യ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദുരാ ദുരാചാര ശമനീ ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മനി മഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർമഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹായന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷഷ്ടിഭജാരാഢ്യ ചതുഷ്ഷഷ്ടികലാമയി മഹാചതുഷ്ഷഷ്ടികോടിയോഗിനി ഗണസേവിത മനുവിദ്യാ ചന്ദ്രവിദ്യാ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്യാത്യധേരൂപ ധർമാധർമ്മവർജിത വിശ്വരൂപ ജാഗരണി സുബന്ധി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥാവർജിത സൃഷ്ടികർത്രേ ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷണമിഷോൽപന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രവ ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായിനി നിജാജ്ഞാരൂപനിഗമ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീ കൃതപാദാവധൂളിക സകലാഗമ സന്തോഹ ശുക്തി സംപുടമൗക്തിക പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരേ ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത രാജരാജാതിദാരാജ്ഞി രമ്യാ രാജീവലോചന രഞ്ജനീ രമണീരസ്യ രണകിങ്കിണി മേഖല രമാ രാഗേന്ദുവദന രതിരൂപാ രതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമാരമണലം പട കാമ്യാ കാമകലാരൂപ കദംബകുസുമപ്രിയ കല്യാണി ജഗതി ഗന്ധ കരുണാരസസാഗര കലാവതി കലാലാപ കാന്താകാദംബരി പ്രിയ വരദാ വാമനയന വാരുണി മദവിഹ്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരൂചന വത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമൽകൽപലതിക പശുഭാഷ വിമോദിനി സംഹൃദാ ശേഷഭാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സംദഗ്ധ സമാഹ്ലാദന ചന്ദ്രിക തരുണീതാവസാരാധ്യ ധനുമധ്യാ തമോഭഃ ചിതിതൽപദ ലക്ഷ്യാർത്ഥ ചിദേകരസ്വരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാവൃത്യചിദീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡീ കൃതജ്ഞാ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയോഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സദ്യ പ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്ന നിർവമ നിർവാണ സുഖദായിനി നിത്യാ ഷോഡശികാരൂപ ശ്രീകണ്ഠാർദ്ധശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി
മൂലപ്രകൃതിരവ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാ വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദമോ ഭേദ ഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിക്ശക്തിചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രി വ്യാഹതി സന്ധ്യാ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യ യൗവനാ മദശാലിനി മദഘൂർണിത രക്താക്ഷി മദപാടലകണ്ഠവോ ചന്ദ്രനദ്രവ ദിഗ്ധാംഗി ചാമ്പേയ കുസുമ പ്രിയ കുശലാ കോമളാകാര കുരുകുല്ലാകുലേശ്വരി കുളകുണ്ടാലയാ കൗള മാർഗതൽപര സേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിമധിർധൃതി ശാന്തി സുസ്തിമതി കാന്തിർനന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി ശുഭ്രോ ശോഭനാ സുരനായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യാ സിദ്ധമാധാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണാ ത്രിലോചന ഋഡ്വംഗാദിപ്രഹരണ വദനൈക സമന്വിത പായസാന പ്രിയ സ്വസ്ഥ പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സംവൃതാഠാകിനീശ്വരി അനാഹതാബ്ജ നിലയ ശ്യാമാ ഭാവദനദ്വയ ദംശ്രോജലാക്ഷമാലാദിധരാരുധിര സംസ്ഥിത കാളരാത്രി ശക്തിയോഗ വൃതാ സിഗ്ധൗദന പ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാസ്വരൂപിണി മണിപൂരാർജനലയ വദനത്രയ സംയുത വജ്രാധികായുധോപേതാഢാമര്യാദിവിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഡാന പ്രീതമാനസ സമസ്ത ഭക്ത സുഗതാ ലാഗിണ്യംബാസ്വരൂപിണി സ്വാധിഷ്ഠാനാംബുജഗതാ ചതുർവക്ത്ര മനോഹര ശൂലാധ്യായുധ സമ്പന്ന പീതവർണാദിഗർവിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത വിദ്യാനാസക്ത ഹൃദയ ഗാഗിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസി സംസ്ഥിത അംഘുഷ്യാദി പ്രഹരണ വരദാദി നിഷേവിത മുഗ്ധൗദന സത്തചിത്ത സാഗിണ്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണാഷടാനന മജ്ജാ സംസ്ഥാ ഹംസവതി മുക്തശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഹാഗിനി രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവൗദന പ്രീതചിത്ത യാഗിന്യംബാസ്വരൂപിണി സ്വാഹ സ്വാഹമധിർ സ്വാഹ സുധാമധിർമേധാ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാചിതാബദ്ധ മോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യാ വിയദാതി ജഗൽപ്രസോ സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരണി അഗ്രഗണ്യ ചിന്യരൂപ കലികൽമഷനാശിനി കാർത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമി കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാതിബാനലസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുലോർലത മഹനീയാ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യാ മഹാവിദ്യാ ശ്രീവിദ്യാ കാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യാ ത്രിപുട കാമകോടിക കടാക്ഷകിങ്കരീ ഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ബാലചന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോളിത ദീർഘാക്ഷി ദർഹസോജ്ജലന്മുഖി ഗുരുമൂർത്തിർഗുണനിധിർഗോമാതാഹുവ ജന്മഭോ ദേവി ശീദണ്ഡ നീതിസ്താദൈരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്ത ദിരിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമരരമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡ ജനനീരിവ്യ വിഗ്രഹ ക്ലിംഗാരി കേവല ഗുഹ്യ കൈവല്യപ്രദദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തിസ്ത്രശേശ്വരി ചക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗധീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ ജ്ഞാനദ ജ്ഞാന വിഗ്രഹ
സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപമുദ്രാർച്ചിതാ ലീല ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദായ ഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രുവധാരിണി അഷ്ടമൂർത്തിരജാ ചൈത്രി ലോകയാത്രാ വിധായിനി ഏകാഗ്നി ഭൂമരൂപ നിർദൈതാദൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാദൈക്യ സ്വരൂപിണി ബൃഹദേ ബ്രാഹ്മണി ബ്രഹ്മി ബ്രഹ്മാനന്ദാവലിപ്രിയ ഭാഷാരൂപ ബൃഹസ്സേന ഭാവഭാവവിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭനാ സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധാ സാഗരമേഖല ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്തരൂപിണി ദേശകാല പരിച്ഛിന്ന സർവദാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയീ ഗുഹാംബാ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവതിവ്രത സമ്പ്രദായേശ്വരി സാധി ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണാപകാരാധ്യ മായാ മധുമതീമഹി ഗണാംബാ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലികാ പ്രേമരൂപ പ്രിയങ്കരി നാമപരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാ ജഗതധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയാലയകരി ലജ്ജാരംഭാതിവന്ദിത ഭവതാമസുധാ വൃഷ്ടേ പാപാരണ്യതവാനല ദുർഭാഗ്യദൂലവാദൂല ജലദ്വാന്തര വിപ്രഭ ഭാഗ്യാദിചന്ദ്രികാ ഭക്ത ചിത്തകേകിഗനാഘന രോഗപർവതദംബോളിർമൃത്യുദാരുകുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണാ ചണ്ഡികാ ചണ്ഡമുണ്ടാസുരനിഷോദിനി ക്ഷരക്ഷരാത്മിക സർവലോകേശി വിശ്വധാരണി ത്രിവർഗധാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക സർഗാപവർഗദ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോവതി ധിതര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാധർഷ പാടലി കുസുമപ്രിയ മഹതീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജാ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണ്യന്യാസ്ത്യ രാജ്യതോ ത്രിപുരേശി ജയസേനാ നിസ്ത്രൈഗുണ്യാ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമധുക്കാമരൂപിണി കലാനിധി കാവ്യകലാ രസജ്ഞാ രസശേവധി പുഷ്ടാ പുരാതനാ പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവന്തര്യാമിണി സതി ബ്രഹ്മണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണീശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഠരൂപിണി ശൃംഖലാ വിവക്തസ്ഥ വീരമാതാവിയൽപ്രസോ മുകുന്ദ മുക്തി നിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാ ഭവരോഗഘ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മമൃത്യുജരാ തപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽകൃഷ്ട ശാന്ത്യാതീതകലാത്മിക ഗംഭീരാഗയനാന്തസ്ഥ ഗർവിതാ ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ഠ കാന്താ കാന്താർദ്ധ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനകദാടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷേവ നിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്താ ത്രിപുരമാലിനി നിരാമയാ നിരാലംബ സ്വാത്മാ രാമാ സുധാശ്രുതി സംസാരഭംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർत्री യജമാനസ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർയോനി നിലയ ഗൂഢസ്ഥാകുളരൂപിണി വീരഗോഷ്ഠിപ്രിയ വീരാനൈഷ്കർമ്യാനാദരൂപിണി വിജ്ഞാനകലനാകല്യ വിദഗ്ധ പൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി
സാമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാഭസവ്യമാർഗസ്ഥ സർവാവദ്വിനിവാരണി സ്വസ്ഥാ സ്വഭാവ മധുരാ ധീരാ ധീര സമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യകുസുമ പ്രിയ സദോദിതാ സദാ തുഷ്ട തരുണാദിത്യപാടലാം ദക്ഷിണാരാധ്യാധരസ്മേര മുഖാംബുജ കൗലിനീ കേവലാനർഘ്യ കൈവല്യപദദായിനി സ്തോത്രപ്രിയ സുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്സിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭാ പരമോദാര പരമോദാ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാധിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീതാ ഗുണാതീതാ സർവാതീതാ ശമാത്മിക ബന്ധോകുസുമ പ്രഖ്യാ ബാലാ ലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യാ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭനാ ശുദ്ധമാനസ ബിന്ദുദർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക ദശമുദ്രാ സമാരാധ്യ ത്രിപുരാ ശ്രീ ശിവങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനാജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രിഖണ്ഡേശി ത്രിഗുണാംബ ത്രികോണക അനഘാഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജകരുണാമൂർത്തിരജ്ഞാനദ്വാന്തദീപിക ആബാലഗോപവിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തിക്യ രൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാ ദേവ്യാ നാംനാ സാഹസ്രകം ജഗോ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം. ഓം ശ്രീ മഹാദേവീ നമഃ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യത്തേ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.